ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്. മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നെ. നട്ടല്ലേ പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ, ഈ കോട്ടൊന്ന് എടുത്തോട്ടെ. താങ്ക് യു നട്ടല്ലേ. ഹലോ സാറന്മാരെ നമസ്കാരം. ഒന്ന് പോടാ. ധൈര്യം ഉണ്ടെങ്കിൽ അടിച്ചിട്ട് പോടാ പട്ടികളെ. പൂമേടை മാസം പൊങ്കും തേന. നിർത്തി നിർത്തി നിർത്തി. സത്യം പറയണം, നിങ്ങൾ ആരാ? ഞാൻ പറയാ ചോട്ടാ, എന്റെ ഏട്ടനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ, റൈറ്റ്? എന്റെ ആത്മ വിദ്യാലയ സഹോദരൻ. അച്ചോട്ടനെ അറിയാമോ? നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന അത് നമ്മുടെ വിഷമമാകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. ഉത്സവം നടത്താൻ കാശില്ല, അത് കള്ളം കൊണ്ടുപോയി. ചില പട്ടികൾ പറയുന്നു അത് ഞാനാ കട്ടതെന്ന്. ചില തെണ്ടികൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാണെന്ന്. ഞാൻ കക്കൂലാന്നും നിങ്ങൾ മുക്കൂലാന്നും നമുക്കറിയാം. എല്ലാം നിങ്ങളുടെ അണ്ണൻ, ആ പരമ നാറി തെണ്ടി ചെറ്റ ആഭാസ അട്ടാസൻ തമ്മാടൻ, അവൻ കൊണ്ടുപോയതാ. ആ എരപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ പിറപ്പായി? പറ, എങ്ങനെ കൂടെ പിറപ്പായെന്ന്? അവന് കണ്ടു കഴിഞ്ഞാൽ അമ്മ അമ്മ വാ. ഇങ്ങനെ ഇടിക്കുമെന്ന? ഇങ്ങനെ ഇടിക്കണോ? ഇങ്ങനെ ഇടിച്ച നട്ടലൊടിയില്ലേ? അച്ചുവട്ടം വിഷമിക്കണ്ട. ഇതെന്റെ വീടിന്റെ ആധാരമാണ്. ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം. ഒറ്റത്തടിയാറ്റി നടക്കുന്ന എനിക്കെന്തിനാ വീട്? പിന്നെ ഒരാഗ്രഹമുള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീഴണം. അത് നാട്ടുകാരെ ചെയ്തോളൂ. അച്ചുവട്ടം ഇത് പിടിക്ക്. എന്താ? അതൊന്നും പറഞ്ഞ പറ്റില്ല. എന്റെ കുടുംബം വിൽക്കണം, എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം. പിടിക്കൂ, എനിക്ക് തെണ്ടണം. ഇതാ അമ്പലത്തിൽ കാശ് ഞാൻ കൊടുത്തെന്ന്. കൊടുത്താ? ആ, എപ്പോ കൊടുത്ത്? ഇന്ന് രാവിലെ. അച്ചോട്ടൻ എങ്ങനെ കാശ് കിട്ടി? ഓ, അതൊക്കെ ഒപ്പിച്ചു. സന്തോഷായ അച്ചോട്ടാ. ഇനി നമുക്ക് നാട്ടുകാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം. അപ്പൊ വൈകിട്ട് കാണാം. ആ, കാണാം. ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. അമ്മേ, എന്റെ ബോഡി കൊണ്ടുപോവാൻ എന്റെ വണ്ടി വന്നു. ചന്ദ്ര അമ്പലത്തിലെ കാശ് അച്ചോട്ടം കൊടുത്ത് തീർത്തടാ. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ടൻ സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു. ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ. അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിന് ഇടിയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ഛൻ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ. ആണ്? ആ, അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തുതരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എല്ലാം കിട്ടിയോടാ? എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? ശിവകാശി അച്ചോട്ട് നേരെ വീട്ടിലേക്കാ വന്നത്. ഞങ്ങൾ നാളെ വന്നോളന്നിട്ട് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി. നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമൊഴിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ശരിയാ. ചന്ദ്ര, അതേ അപ്പു ഇവിടെ ഉണ്ട്. എടാ, ബാലി സുഗ്രീവൻ 1000 എണ്ണ അടിച്ചില്ലേ? എന്താടാ
ആ മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, കൊടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. മസില് പിടിക്കാതെ ലൂസാക്കിയിടൂ. സബാഷ്. ഈ കിഷ്കിന്താപുരി ഏത് പാലയിലാന്ന് പറയാമോ? കിഷ്കിന്താപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. നമുക്കറിഞ്ഞൂടെ? അമ്മേ, അമ്മേ, അമ്മേ. അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നു നോക്ക് ചന്ദ്ര. അകത്തെ ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ.